നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറെടുത്ത് പോലീസ്. ഒരാഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന നീക്കത്തിലാണ് അന്വേഷണ സംഘം ആയിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്ന സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് PP ദിവ്യയുടെ ആ പ്രസംഗം തന്നെയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നവീൻ ബാബുവിനെ യാത്രയപ്പ് യോഗത്തിൽ അപമാനിക്കാൻ ആസൂത്രണം നടത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിന്റെ ദൃശ്യങ്ങൾ ദിവ്യ തന്നെ പ്രചരിപ്പിച്ചതിന് ഫോണിൽ നിന്ന് തെളിവുകൾ കിട്ടിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തിയതും PP ദിവ്യ തന്നെയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇനി കേസിൽ കിട്ടാനുള്ളത് രാസപരിശോധനാ ഫലമാണ്. കേസിൽ 82 സാക്ഷികളാണ് ഉള്ളത്. എന്നാലും കുറ്റപത്രം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സമർപ്പിക്കും. അതിനുശേഷമുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഈ ഒരു ആവശ്യത്തെ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയായിരുന്നു തള്ളിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷണം വേണം എന്നുമായിരുന്നു ഭാര്യ മഞ്ജുഷ മുന്നോട്ട് വെച്ച ആവശ്യം. CPM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നൊരു ആക്ഷേപം ഹർജിയിലൂടെ മഞ്ജുഷ ഉന്നയിച്ചിരുന്നു. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും കുടുംബം നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ അന്വേഷണം നേരായ വഴിക്കാണ്, ആത്മഹത്യ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നതടക്കമുള്ള നിലപാടുകളായിരുന്നു സർക്കാർ ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചതും. ഈ നിലപാടിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുകയുമായിരുന്നു. ഇപ്പോഴുള്ള അന്വേഷണത്തിന് യാതൊരു പ്രശ്നമില്ലെന്നും ഇപ്പോഴുള്ളവർ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്നും, മാത്രമല്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തെ അല്ലെങ്കിൽ അവരെ കേട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നടത്തുക എന്നതടക്കമുള്ള വാദങ്ങളായിരുന്നു സർക്കാർ മുന്നോട്ട് നിരത്തിയത്. എന്നാൽ CBIയുടെ നിലപാട് കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നായിരുന്നു. എന്തായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഈ ഒരു ആവശ്യത്തെ നിരാകരിച്ചിരിക്കുകയാണ്. എന്തായാലും കുടുംബം സുപ്രീം കോടതിയിലേക്ക് പോകും എന്നാണ് സൂചനകൾ. അഭിപ്രായം പറയാനുള്ള ആർജവവും അടിയറവ് വയ്ക്കരുതെന്നും പോരാട്ടം തുടരുമെന്നുമായിരുന്നു കോടതി ഹർജി തള്ളിയതോടെ ദിവ്യയുടെ പ്രതികരണം. CBI അന്വേഷണ ആവശ്യം തള്ളിയതോടെ നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസ് ഡയറി വിട്ടുകിട്ടുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ACP TK രത്നകുമാർ അപേക്ഷ നൽകും. PP ദിവ്യ അധിക്ഷേപിച്ചത് കാരണമാണ് ADM കെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് കുറ്റപത്രം നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ദിവ്യ മാത്രമായിരിക്കും കേസിലെ പ്രതി. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ശ്രീകണ്ഠാപുരം ചെങ്ങളായി സ്വദേശി TV പ്രശാന്തനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ആത്മഹത്യാ പ്രേരണയാണ് ദിവ്യക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം. കേസ് ഡയറി കിട്ടിയാലുടൻ കുറ്റപത്രത്തിന് അന്തിമ രൂപം നൽകും. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കുറ്റപത്രം തയ്യാറാക്കുക. അന്വേഷണത്തിൽ പിഴവുകളില്ലെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഈ സാഹചര്യത്തിലാണ് ഉടൻ കുറ്റപത്രം നൽകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. DIG GH യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്, ACP TK രത്നകുമാർ, ടൗൺ SHO ശ്രീജിത്ത് കൊടേരി എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത്. കൊലപാതകമെന്ന കുടുംബത്തിന്റെ പരാതി പരിഗണിച്ചും അന്വേഷണം നടന്നിരുന്നു. അതേസമയം ഈ ഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. ഹൈക്കോടതി തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ആവശ്യം തള്ളിയതിൽ നല്ല വിഷമമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളിലും ഇൻക്വസ്റ്റ് നടപടികളും ദുരൂഹതയുണ്ട് എന്ന് കോടതിയിൽ അറിയിച്ചതാണ്. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല. കുടുംബവുമായി ആലോചിച്ച ശേഷം അടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നും മഞ്ജുഷ പ്രതികരിച്ചിരുന്നു. കേരള പോലീസിന് നീതി കിട്ടുമെന്ന് വിശ്വാസമില്ല. പ്രധാന പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള പോലീസിൻ്റേത്. അതിനാൽ CBI അന്വേഷണം തന്നെ വേണമെന്ന് ആവർത്തിച്ച് പറയുകയാണ് മഞ്ജുഷ. ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണത്തിൽ തൃപ്തിയില്ല. അന്വേഷണം നടക്കുന്നില്ല. അന്വേഷണം നടക്കുകയാണെങ്കിൽ മാത്രമല്ലേ തൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന്റെ ആവശ്യകതയുള്ളൂ എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു മഞ്ജുഷ നടത്തിയത്. എന്തായാലും കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.